ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെമോക്രസി എന്നുള്ള സബ്ജക്റ്റിലെ ആദ്യത്തെ ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റാണ് പഠിക്കാൻ പോണത്. ആദ്യത്തെ യൂണിറ്റ് ലെഗസി ഓഫ് നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. ഇതിലെ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ഇന്ത്യൻ നാഷണലിസം ഇന്ത്യൻ ദേശീയതയിലേക്ക് വഴിതെളിച്ചിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും 6 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് വെസ്റ്റേൺ ഇമ്പാക്റ്റ്, രണ്ടാമത്തെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഇമ്പാക്റ്റ്, 3 ഇമ്പാക്റ്റ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, 4 ഇമ്പാക്റ്റ് ഓഫ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്സ്, 5 എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, 6 ബർത്ത് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒന്നാമത്തെ വെസ്റ്റേൺ ഇമ്പാക്റ്റ്, 2 ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഇമ്പാക്റ്റ്, 3 ഇമ്പാക്റ്റ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, 4 ഇമ്പാക്റ്റ് ഓഫ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്, 5 എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, 6 ബർത്ത് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആദ്യത്തേത് വെസ്റ്റേൺ ഇമ്പാക്റ്റ് ആണ്. വെസ്റ്റേൺ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങൾ എത്രത്തോളം ഇന്ത്യയുടെ ദേശീയതയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രൊഫസർ ടോയിൻബി പറയുന്നത് ഏഷ്യയിൽ മറ്റേത് ഭാഗത്തുണ്ടായതിനേക്കാൾ അധികം ഇമ്പാക്റ്റാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതാണെന്നാണ്. Professor Toynbee pointed out that the Western impact on India greater than that in any other part of Asia. പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് അവിടെ നിന്ന് അവരുടെ റിനൈസ്നസ് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. റിനൈസ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ബ്രഹ്മസമാജ്, ആര്യസമാജ്, തിയോസഫിക്കൽ സൊസൈറ്റി, രാമകൃഷ്ണ മിഷൻ എന്നുള്ള സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ് ഒക്കെ വരുന്നത്. ഈ മൂവ്മെൻറ്റ്സ് ആണ് പിന്നീട് സതി നിരോധിക്കാനും ശൈശവ വിവാഹം നിരോധിക്കാനൊക്കെ കാരണമാകുന്നത്. അതേപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള കോൺസെപ്റ്റുകളായിരുന്നു ലിബേർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതും നമ്മുടെ ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റേൺ ഇമ്പാക്റ്റിലെ ഒന്നാണ് റിനൈസ്നസ്. പിന്നെ സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ് ഉണ്ടായി. പിന്നെ വെസ്റ്റേൺ കോൺസെപ്റ്റ് ആയിട്ടുള്ള ലിബേർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി ഇവയും സ്വാധീനിച്ചിട്ടുണ്ട്. അടുത്തതാണ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഇമ്പാക്റ്റ്. അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് അവർ സെൻട്രലൈസ്ഡ്, കേന്ദ്രത്തിന് കൂടുതൽ അധികാരം നൽകുന്ന ഒരു ഭരണ സംവിധാനം കൊണ്ടുവന്നു. അത് തന്നെയാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത്. കൂടുതൽ അധികാരം കേന്ദ്രത്തിനും ആണുള്ളത് ഭരണകാര്യങ്ങളിൽ. പിന്നെയുള്ളതാണ് എ ന്യൂ ഇന്ത്യൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്ലി എക്സ്പീരിയൻസ്ഡ് ക്ലാസ് എമർജഡ്. ഇറ്റ് പ്രൊമോട്ടഡ് ദ ഫീലിംഗ് ഓഫ് ഹോമോജിനിറ്റി എമംഗ് ദ വേരിയസ് ഗ്രൂപ്പ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾ തമ്മിലൊരു സമത്വം, ഹോമോജിനിറ്റി ഉണ്ടാവാനായിട്ട് ഇത് കാരണമായി. അടുത്തതാണ് ഇമ്പാക്റ്റ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പാശ്ചാത്യ വിദ്യാഭ്യാസം. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നതോടുകൂടി വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചിരുന്ന ആളുകൾക്ക് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊരു കോമൺ ലാംഗ്വേജ് വന്നു. ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് എ ന്യൂ മിഡിൽ ക്ലാസ് ആണ്. ഒരു മിഡിൽ ക്ലാസ് ഉയർന്നു വന്നു. ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊണ്ട് ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചിരുന്നത് ഒരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുക. എങ്ങനത്തെ ക്ലാസ്സാണ്? എ പേഴ്സൺ ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്, ഒപ്പീനിയൻസ്, മോറൽ ആൻഡ് ഇൻ്റലക്റ്റ്. ഇപ്പോൾ നമ്മൾ 3 പോയിൻറ്റ്സ് ആണ് പഠിച്ചത്. വെസ്റ്റേൺ ഇമ്പാക്റ്റ്, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഇമ്പാക്റ്റ്, ഇമ്പാക്റ്റ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. വെസ്റ്റേൺ ഇമ്പാക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് റിനൈസ്നസും സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സും ഒക്കെ വരുന്നത്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഇമ്പാക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഹൈലി സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വന്നു.
പിന്നെ ഇമ്പാക്റ്റ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എന്നുള്ളൊരു കോമൺ ലാംഗ്വേജ് വന്നു. പിന്നെ ഒരു മിഡിൽ ക്ലാസ് ഉയർന്നു വന്നു. അടുത്തതാണ് ഇമ്പാക്റ്റ് ഓഫ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്. ഇന്ത്യയിൽ റെയിൽവേസ് കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ്. റെയിൽവേ വരുന്നത് 1853 ഏപ്രിൽ 16 അതോടുകൂടി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങൾ തമ്മിൽ ഗ്രാമങ്ങളായാലും റെയിൽവേ വഴി ബന്ധിക്കപ്പെട്ടു. അപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങൾ തമ്മിൽ ഉള്ള ആളുകൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ എളുപ്പമായി. പത്രങ്ങൾ കൊണ്ടുവരുന്നതും ബ്രിട്ടീഷുകാർ തന്നെയാണ്. പത്രങ്ങളിലൂടെ ഇന്ത്യക്കാരും പത്രങ്ങൾ കൊണ്ടുവന്നു. അതിനുശേഷം ആ പത്രങ്ങളിലൂടെ എല്ലാം ബ്രിട്ടീഷുകാർ ഇന്ത്യനെ എങ്ങനെയൊക്കെയാണ് ചൂഷണം ചെയ്യുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ പത്രങ്ങളിലെ എതിർത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ആക്റ്റാണ് വെർനാക്കുലർ പ്രസ് ആക്ട്. ആ സമയത്ത് ഉണ്ടായിരുന്ന പത്രങ്ങളാണ് അമൃത് ബസാർ പത്രികയും ഇന്ത്യൻ മിററും പാട്രിയോട്ടും ഹിന്ദു കേസരി. അടുത്തതാണ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തികപരമായി എങ്ങനെയെല്ലാം ചൂഷണം ചെയ്തു എന്നുള്ളത്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടു കൂടി നമ്മുടെ കൃഷിയും വ്യാപാരവും നശിക്കാൻ തുടങ്ങി. ഇവിടെ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്ന സാധനങ്ങൾ പകരം നീലം കൃഷിയെല്ലാം വന്നു. ട്രേഡിനെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചതെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള മെറ്റീരിയൽസ് അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ട് അത് വലിയ വിലയ്ക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റു. എന്നാൽ ഇന്ത്യയിലുള്ള ഉൽപ്പന്നങ്ങൾ ബ്രിട്ടീഷ് രാജ്യങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അടുത്തതാണ് ബർത്ത് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിന് ഒരു ഓർഗനൈസ്ഡ് ഫോം വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റോടു കൂടിയാണ്. 1885 INC രൂപീകരിക്കുന്നത്. INC രൂപീകരിച്ചത് അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് A.O. ഹ്യൂമാണ്. ആദ്യത്തെ പ്രസിഡൻ്റാണ് WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഔട്ട്ലൈൻ ചെയ്തത് WC ബാനർജിയാണ്. അപ്പോൾ നമ്മൾ 6 പോയിൻറ്റ്സ് പഠിച്ചു. അതിൽ 4ാമത്തെ പോയിൻറ്റ്സാണ് ഇമ്പാക്റ്റ് ഓഫ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്, റെയിൽവേ വന്നത്, അതേപോലെ തന്നെ പത്രങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള ഇമ്പാക്ട്സ്. പിന്നെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തത് ഇന്ത്യക്കാർക്കിടയിൽ ഒരു ദേശീയത വളരാൻ കാരണമായി. അതേപോലെ തന്നെ INC ദേശീയത വളരുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 6 പോയിൻറ്റ്സാണ് പഠിച്ചിട്ടുള്ളത്. വെസ്റ്റേൺ ഇമ്പാക്റ്റ്, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഇമ്പാക്റ്റ്, ഇമ്പാക്റ്റ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ഇമ്പാക്റ്റ് ഓഫ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ബർത്ത് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.